ഹായ്, ഞാൻ വന്നിരിക്കുന്നത് കറക്കി ചായയുടെ റെസിപ്പി ആയിട്ടാണ്. ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് തോന്നിയത്. പക്ഷെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അടിപൊളി കറക്കി ചായ. അപ്പോൾ നമുക്കിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കട്ടൻ ചായ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കുക. എനിക്ക് ഏലക്ക ഇട്ട ചായ കുടിക്കാൻ ഇഷ്ടമാണ്, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര കുറച്ച് കൂടുതൽ നിൽക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്ക് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് നല്ല കടുപ്പമുള്ള കട്ടൻ ചായ വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതൊരു 3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിച്ചെടുക്കാം. 1.5 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അത്രയും പാലൊന്നും വേണ്ട, പക്ഷെ നമുക്ക് ആറ്റി പദം ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ പദം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. ഇനി പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ പാലിലോട്ട് വെള്ളമൊന്നും ചേർത്ത് തിളപ്പിക്കരുത്. തിളച്ച് വരുമ്പോൾ ഒന്ന് സിമ്മിലോട്ട് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പാലൊന്ന് കുറുകി വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പദം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ 2 പാത്രം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റില്ലേ, അതുപോലെ ഒഴിച്ചു കൊടുക്കുക. ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ പദം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ എല്ലാവരുടെ വീട്ടിലും ബീറ്ററൊന്നും കാണില്ല. അപ്പം നമ്മുടെ നാടൻ രീതി പാത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് പദം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം അത്യാവശ്യത്തിന് പദം ആയിട്ടുണ്ട്. നമുക്ക് ചായ സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ 1/4 ഭാഗം കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുക. നല്ല കടുപ്പമുള്ള കട്ടൻ ചായയാണ്, അതിൻ്റെ കളർ കണ്ടാൽ അറിയാലോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പത ഒഴിച്ചു കൊടുക്കുക. പദം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പത തീർന്നു പോയാൽ വീണ്ടും പാല് ആറ്റിയിട്ട് പദം ഉണ്ടാക്കിയെടുത്താൽ മതി. പാല് നല്ല ചൂടായിട്ടിരിക്കുമ്പോഴാണ് പത കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ പാല് തണുത്തു പോയാൽ കുറച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം വീണ്ടും ആറ്റിയെടുക്കുക. അപ്പോൾ പത ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം. ഈ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പാൽ ഒഴിച്ചാൽ മതി. അപ്പോൾ പതയിൽ തട്ടിയിട്ട് താഴോട്ട് അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഒഴിക്കുമ്പോൾ ഗ്ലാസിൻ്റെ പകുതി ഭാഗത്ത് നമ്മുടെ കട്ടൻ ചായയും പാലും വരുന്ന രീതിയിൽ വേണം, ബാക്കി പകുതി ഭാഗം പതയും നിൽക്കണം. അങ്ങനെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പകുതി വരെ പാലും കട്ടൻ ചായയാണ്. ഇനി ഞാനിതൊന്ന് അനക്കി കാണിച്ചു തരാം. ഇതാണ്ടോ, മിക്സ് ആവാതെ ഡാൻസ് കളിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് ഇതിന് ഡാൻസിങ് ടീ എന്നും പറയുന്നത്. ഇനി നമുക്കിത് കറക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്ലാസ് കൈ കൊണ്ട് എടുക്കുക. ഗ്ലാസ്സിൽ കൈ നമ്മൾ ഇങ്ങനെ തിരിച്ചു വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പിടിച്ചേക്കുന്ന പോലെ തന്നെ പിടിക്കുക. എന്നിട്ട് നമ്മൾ മാക്സിമം പൊക്കത്തിൽ കറക്കിയെടുക്കണം. നമ്മൾ ചെറുതായിട്ട് കറക്കിയെടുത്താൽ അതിലുള്ള ചായ താഴെ പോവും. ഇത് നമ്മൾ സാധാരണ ചെറുതിലെ കപ്പിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കറക്കിയെടുക്കില്ലേ, അതുപോലെ തന്നെയാണ്, വേറൊന്നുമില്ല. ഇതാ കറക്കിയെടുത്ത് കഴിയുമ്പോൾ ചായ മിക്സ് ആയിട്ട് വരും. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇത് സിമ്പിളാണ്. അപ്പോൾ വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിങ്ങനെ കറക്കി എടുക്കുമ്പോൾ മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു മാജിക് പോലെയൊക്കെ തോന്നും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.